പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ വഴികാട്ടി വർഷീറ്റ് അതിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിവരിക്കുന്ന ക്ലാസ്. ഒന്നാമത്തെ യൂണിറ്റിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നാം ചർച്ച ചെയ്തു. ഇന്നു മുതൽ 2ാമത്തെ യൂണിറ്റ് പഠേം പഠേം എന്ന യൂണിറ്റിലെ ആദ്യ മൊഡ്യൂൾ, ആദ്യത്തെ പാഠം ആദാബ് അർസ് ഹെ എന്ന പാഠത്തിലെ പ്രവർത്തനം മുതലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളതിലെ ഫർഹാദിനെ കുറിച്ചാണ് ആ പാഠത്തിൽ പറഞ്ഞിരുന്നത്. സ്കൂളിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു സംഭാഷണമാണ് ആ പാഠത്തിൽ പഠിച്ചത്. അവിടെയുള്ള പ്രവർത്തനം ഫർഹാദ് ക ബസ്ത ഹെ. ഇത് ഫർഹാദിൻ്റെ ബസ്തയാണ്, ബാഗാണ്. ഈ ബാഗിൽ എന്തെല്ലാം ഉണ്ട്? ക്യാ ക്യാ ഹെ, എന്തെല്ലാം ഉണ്ട്? ഉൻകെ നാം ലിഖിയ, അവയുടെ പേര് എഴുതാനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ പാനി കി ബോത്തൽ, വെള്ളക്കുപ്പി. പാനി കി ബോത്തൽ എന്ന് പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽ അല്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണ് എന്തിലുണ്ടാവുക? അവൻ്റെ ബാഗിൽ ഉണ്ടാവുക എന്നതാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളെ ബാഗിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന്, അല്ലേ? പാനിക്ക് ബോത്തൽ എന്നത് നമ്മൾ ഒരു മോഡൽ അവിടെ തന്നിട്ടുണ്ട്, ഒരു ഉദാഹരണമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും ബാഗിൽ എന്തുണ്ടാവും? കിതാബ് ഉണ്ടാവും, അല്ലേ? കിതാബ് ഉണ്ടാവും. പിന്നെയോ കലമുണ്ടാവും, പേന ഉണ്ടാവും. പിന്നെയോ പെൻസിൽ ഉണ്ടാവും, അല്ലേ? പെൻസിലല്ലാതെ വേറെ ഏതൊക്കെ ഉണ്ടാവും? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ബോക്സ്, അല്ലേ? ബോക്സ്, ജോമെട്രി ബോക്സ് ഒക്കെ ഉണ്ടാവും, അല്ലേ? ജോമെട്രിക് ബോക്സ് ഒക്കെ ഉണ്ടാവും. പിന്നെയോ പറയൂ, വേറെ ഏതൊക്കെ? കിതാബ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കും ഉണ്ടാവും, അതുപോലെ നോട്ട് ബുക്കും ഉണ്ടാവും, അല്ലേ? നോട്ട് ബുക്ക്. ഇതെല്ലാം നമ്മളെ ഇതിൽ പുസ്തകത്തിൽ ബാഗിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കാപ്പി, അതുപോലെ ചത്തരി, അല്ലേ? ആവശ്യമെങ്കിൽ എന്തുണ്ടാവും? ചത്തരിയും ആവശ്യമാണ്. ചത്തരി എന്ന് പറഞ്ഞാൽ എന്താ? കുട, അല്ലേ? കുടയും ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്തിലുണ്ടാവുക? ബസ്തയിലുണ്ടാവുക. പെൻസിൽ, കലം, കിതാബ്, പാനി കി ബോത്തൽ, ചത്തരി, കാപ്പി, നോട്ട് ബുക്ക്, ബോക്സ്, ഇവയെല്ലാം നമ്മുടെ ചത്തരിയിൽ ഉണ്ടാകും. എഴുതിയാലോ? അത് എഴുതാനുള്ള വളരെ സിമ്പിളായ ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത്. 2ാമത്തെ പ്രവർത്തനം നോക്കാം. बच्चों तस्वीर गौर से देखिए और मुनासिब जुमला चुनकर लिखिए. ഈ ചിത്രം നല്ലപോലെ നോക്കാനും ഈ ചിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് അത് എഴുതാനുമാണ് അടുത്ത പ്രവർത്തനം. അപ്പോൾ ഇവിടെ സെൻറ്റൻസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ചിത്രത്തിൻ്റെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ചിത്രത്തിൻ്റെ താഴെ എഴുതുക എന്നുള്ളതാണ്, അല്ലേ? എന്തൊക്കെ ചിത്രങ്ങളാണ് ആദ്യം എഴുതേണ്ടത്? കൈ എഴുതുന്നുണ്ട്, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, പിന്നെയോ വസ്ത്രം ധരിക്കുന്നുണ്ട്, സ്കൂളിലേക്ക് പോകുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അല്ലേ? ഇനി ഇവിടെ നോക്കൂ. ഹാത്ത് മുഹ് സാഫ് കർത്താ ഹെ. ഹാത്ത് മുഹ് സാഫ് കർത്താ ഹെ. ഹാത്ത് കൈയും വായും കഴുകുന്നു. അതാദ്യം തന്നെ ഉണ്ട്, അല്ലേ? കൈയും മുഖവും കഴുകുന്നത് ഇവിടെ ആദ്യം തന്നെ ആ ചിത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ എഴുതാനുള്ളത് ഇവിടെ ഡാഷിലോട്ട് എന്ത് ചെയ്യുക? എഴുതിയാൽ അതായി. ഇനി അടുത്തതോ? നാഷ്ത കർത്താ ഹെ. ഭക്ഷണം കഴിക്കുന്നു. എവിടെ ഭക്ഷണം കഴിക്കുന്നത്? 2ാമത്തത്, അല്ലേ? 3ാമത്തത് എന്താണ്? കുളിക്കാണ്. കുളിക്കുന്നതിന് ഉറുദുവിൽ നഹാത്താഹെ എന്നാണ് പറയുക. കുളിക്കുന്നതിന് നഹാത്താഹെ എന്ന് പറയും. അപ്പം നഹാത്താഹെ എന്നുള്ളത് ഇവിടെ എഴുതണം. അടുത്തതോ? കപ്പടെ പഹൻതാ ഹെ. വസ്ത്രം ധരിക്കുന്നു. കപ്പടെ പഹൻതാ ഹെ, വസ്ത്രം ധരിക്കുന്നു. 4ാമത്തത് കപ്പടെ പഹൻതാ ഹെ. 5ാമത്തത് ദോസ്ത് കെ സാത്ത് സ്കൂൾ ജാത്താ ഹെ. അതിവിടെ എഴുതാം, ദോസ്ത് കെ സാത്ത് സ്കൂൾ ജാത്താ ഹെ. അവസാനത്തത് മൈദാൻ മേ ഖേൽത്താ ഹെ. മൈതാനത്ത് കളിക്കുന്നു. അപ്പോൾ ഇത് ഓർഡറിൽ തന്നെയാണ് ചിത്രത്തിൻ്റെ 1, 2, 3, 4, 5, 6 ഇതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെ സെൻറ്റൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് അക്ഷരത്തെറ്റൊന്നുമില്ലാതെ ഉഷാറായിട്ട് ഭംഗിയായിട്ട് എഴുതണം. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കാം.
ആദാബ് അർസ് ഹെ എന്നതിലെ മൂന്നാമത്തെ പ്രവർത്തനം ഫർഹാദ് കാ ദോസ്ത് രാജു സ്കൂൾ പഹുഞ്ച. ടീച്ചർ കോ ദേഖ് കർ വോ ബാതേം കർനെ ലഗ. ടീച്ചറിനെ കണ്ടപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക അതാണ് എഴുതാനുള്ളത്. രാജുവും പിന്നെ അതുപോലെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് എഴുതാനുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ആരൊക്കെയാണ്? രാജു ഉണ്ട്, പിന്നെയോ ടീച്ചറുണ്ട്. അപ്പോൾ രാജു ആദ്യം പറയുന്നത് എന്താണ്? ആദാബ് അർസ് ഹെ ടീച്ചർ എന്നാണ് പറയുന്നത്. ആദാബ് അർസ് ഹെ ടീച്ചർ. എന്താ ആദാബ് അർസ് ഹെ എന്ന് പറഞ്ഞാൽ? നമസ്കാരം എന്നാണ് കേട്ടോ. നമസ്കാരം ടീച്ചർ എന്നാണ് അർത്ഥം. അപ്പോൾ ടീച്ചർ അതിന് മറുപടി പറയുന്നു. ടീച്ചർ എന്താ മറുപടി പറഞ്ഞത്? ടീച്ചർ മറുപടി പറഞ്ഞത് ആദാബ് അർസ് ഹെ തും കൈസേ ഹോ. ആദാബ് അർസ് ഹെ. ആദാബുണ്ട്, നമസ്കാരമുണ്ട്. അപ്പൊ തിരിച്ചു പറയുന്നത് അതുപോലെ തന്നെയാണ് തിരിച്ചു പറയുക. ആദാബ് അർസ് ഹെ എന്ന് പറഞ്ഞാൽ തിരിച്ച് മറുപടി പറയേണ്ടതും ആദാബ് അർസ് ഹെ എന്ന് തന്നെയാണ്. പിന്നെ ചോദിക്കാനാണ് തും കൈസേ ഹോ. ചോദ്യമാണ് അല്ലേ? തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട്? അപ്പൊ രാജു പറയണം. എന്താ പറയാ നമ്മള്? എനിക്ക് സുഖം തന്നെയാണ്. എങ്ങനെ പറയാ? മേ ठीक हूँ, मैं ठीक हूँ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അത് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദാബ് അർസ് ഹെ എന്ന പാഠം തന്നെ ഒരു സംഭാഷണമാണ് അല്ലേ? അപ്പോൾ അതിലുള്ള ചില ചോദ്യങ്ങളുണ്ട്. പ്രോഗ്രാം की तैयारियां कैसे चल रही है അല്ലേ? പ്രോഗ്രാം की तैयारी कैसे चल रही है അത് ടീച്ചർക്ക് ചോദിക്കാം. അപ്പം എന്ത് പറയാ? അപ്പോൾ രാജു പറയാം अच्छी चल रही है, നല്ല പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ അവസാനത്തെ വരിയിൽ ടീച്ചർ പറയണം അല്ലേ? അവസാനത്തെ വരിയിൽ ടീച്ചർ എന്ത് പറയാം? ടീച്ചർ ഒരു സംഭാഷണം അവസാനിപ്പിക്കുന്നത് ശുക്രിയ വെച്ചിട്ടാണ് നമ്മൾ അവസാനിക്കുക. ശുക്രിയ തും ക്ലാസ് മേ ജാവോ, നീ ക്ലാസ് പോയിക്കോ എന്ന് പറയാം അല്ലേ? തും ക്ലാസ് മേ ജാവോ, നീ ക്ലാസ്സിൽ പൊക്കോളൂ എന്ന് പറയാം. അപ്പം ആ രീതിയിൽ എളുപ്പത്തിൽ നമ്മൾ പഠിച്ചത് വെച്ചിട്ടാണ് നമ്മൾ സംഭാഷണം തയ്യാറാക്കേണ്ടത്. നമ്മൾ പഠിച്ചത് പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച ആ സെൻറ്റൻസ് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എഴുതാം. ഈ പ്രോഗ്രാം की तैयारी कैसी चल रही है. അപ്പോൾ അവിടെ ഇതാ अच्छी चल रही है. ഇതെവിടെയുണ്ട്? നമ്മുടെ പാഠത്തിലുണ്ട്. അപ്പോൾ ആ പാഠം നോക്കിക്കണ്ട് അതിന് വൃത്തിയായി തെറ്റാതെ എഴുതുക. എന്നിട്ട് അവസാനത്തെ വരിയിൽ ശുക്രിയ തും ക്ലാസ് മേ ചലോ, നീ ക്ലാസ് പോയിക്കോ എന്ന് ടീച്ചർക്ക് പറയാം അല്ലേ? അപ്പോൾ ആ രീതിയിൽ എഴുതുക. അടുത്ത പ്രവർത്തനം നോക്കാം. ആദാബ് അർസ് ഹെ എന്നതിലെ അടുത്ത പ്രവർത്തനം. ഫർഹാദ് സുബഹ സവേരെ ഉഠ്താ ഹെ, ഹാത്ത് മുഹ് സാഫ് കർത്താ ഹെ. आप एक दिन में क्या क्या करते हैं? इशारे की मदद से ഡയറി നോട്ട് ലിഖിയേ. നിങ്ങൾ ഡയറി നോട്ട് എഴുതൂ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം. ഇപ്പോൾ ഫർഹാദ് ചെയ്യുന്നത് സുബഹ സവേരെ ഉഠ്താ ഹെ. ഉഠ്താ ഹെ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നു. ഹാത്ത് മുഹ് സാഫ് കർത്താ ഹെ, കയ്യും വായും വൃത്തിയാക്കുന്നു, കഴുകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു ഡയറി എഴുതുന്നത് ഒരു ദിവസത്തിൻ്റെ രാത്രിയിൽ അവസാനത്തിലൊക്കെയാണ് ഡയറി എഴുതുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എഴുതുന്നത് നമ്മൾ ഡയറി എഴുതുമ്പോൾ ആരെങ്കിലും ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, അവിടേക്ക് പോകുന്നു, അവിടെ കളിക്കുന്നു എന്നെഴുതലില്ല. നമ്മൾ ഡയറി എഴുതുമ്പോൾ ഞാൻ അതിരാവിലെ എണീറ്റു അല്ലേ, ഭക്ഷണം കഴിച്ചു, സ്കൂളിലേക്ക് പോയി അല്ലേ, കൂട്ടുകാരോടൊപ്പം കളിച്ചു, ആ രീതിയിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതേ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയറി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഡയറി എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് താരീഖ്. താരീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ്. 7 ഓഗസ്റ്റ് 2020. 7 അഗസ്റ്റ് 2020.
ഓക്കെ, ജുമുഅ അടുത്ത ദിവസം, അത് ഏത് ദിവസമാണ്? അപ്പം അന്നത്തെ ഡയറിയാണ് നമ്മൾ എഴുതുന്നത്. മേ സുബാ സവേരെ ഉഠ, ഞാൻ അതിരാവിലെ എഴുന്നേറ്റു. ഞാൻ രാവിലെ എഴുന്നേറ്റു. ഇനിയുള്ളത് ഈ സൂചനകൾ ഉപയോഗിച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഹാത്ത് മുഹ് സാഫ്, നാഷ്ത, നഹാന, സ്കൂൾ ജാന, ഖേൽന, കപടെ പഹന്ന. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സാഫ് കർത്താഹെ എന്നാണ് പറയുക, നാഷ്ത കർത്താഹെ എന്നാണ് പറയുക. ഓക്കെ, നഹാന എന്നുള്ള നഹാത്താഹെ എന്നാണ് പറയുക. പക്ഷേ ഡയറി ആകുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണ്, അഥവാ കഴിഞ്ഞ കാര്യമാണ് നമ്മൾ ഡയറിയിൽ എഴുതുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഹാത്ത് മുഹ് സാഫ് കിയ. എങ്ങനെ? ഹാത്ത് മുഹ് സാഫ് കിയ. അപ്പോൾ ആദ്യം ഏത് എഴുതണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം കേട്ടോ. നാഷ്ത കിയ, നാഷ്ത കിയ എന്നോ ഖായ എന്നോ പറയാം. നാഷ്ത ഖായ, ഭക്ഷണം കഴിച്ചു എന്നും പറയാം. നഹാന എന്നുള്ള നഹായ, നഹായ. അടുത്തതോ സ്കൂൾ ജാന എന്നുള്ളടത്ത് ജാന എന്നുള്ളതിൻ്റെ മാലി അഥവാ പാസ്റ്റ് ടെൻസ് ഗയ, സ്കൂൾ ഗയ, സ്കൂളിൽ പോയി. ഖേൽന എന്നുള്ളത് ഖേല, ഖേല കളിച്ചു, ഖേല കളിച്ചു. കപ്പടെ പഹന്ന എന്നുള്ളത് കപ്പടെ പഹന, അല്ലേ? നമ്മൾ മുമ്പ് ഈ പ്രവർത്തനം ചെയ്തില്ല, അല്ലേ? ഈ പ്രവർത്തനം ചെയ്തു. ഇത് ഓർഡറിലാണ്. അപ്പം നിങ്ങളെത്തി ഈ വർക്ക്ഷീറ്റിലെ ഈ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഹാത്ത് മുഹ് സാഫ് കർത്താ ഹെ, പിന്നീട് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ കുളിക്കുന്നു, കുളിച്ച് കഴിഞ്ഞിട്ട് വസ്ത്രം മാറുന്നു, പിന്നെ കുട്ടികളപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു, മൈതാനത്തിൽ കളിക്കുന്നു. ഈ ഓർഡറൊക്കെ കറക്റ്റായ ഒരു ഓർഡറാണ്. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഡയറി എഴുതുക. ഡയറി എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത് എഴുതണം? കർത്താഹെ എന്നുള്ളത് ഹാത്ത് മൂവ്, കർത്താഹെ എന്നുള്ളത് കിയ എന്ന് എഴുതാം. അപ്പം മേ സുബാ സവേരെ ഉഠ, ഹാത്ത് മുഹ് സാഫ് കിയ, നാഷ്ത ഖായ എന്നും പറയാം, അല്ലെങ്കിൽ നാഷ്ത കിയ എന്നും പറയാം. പിന്നെയോ നഹായ, നഹായ എന്ത് ചെയ്തു? കുളിച്ചു, അല്ലേ? നഹായ. നഹായക്ക് ശേഷം പിന്നെ എഴുതേണ്ടത് ഇതാ, കപ്പടെ പഹന, കപ്പടെ പഹന, കപ്പടെ. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? കപ്പടെ പഹൻകർ സ്കൂൾ ഗയ, വസ്ത്രം ധരിച്ചിട്ട് മാറ്റിയിട്ട് സ്കൂൾ ഗയ, സ്കൂളിൽ പോയി. കപ്പടെ പഹൻകർ സ്കൂൾ ഗയ എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇതാണ് കപ്പടെ പഹന ഓർ സ്കൂൾ ഗയ, ബച്ചോं के साथ खेला. ഇതെല്ലാം മുകളിലുണ്ട്. ഈ മുകളിലുള്ളത് എന്ത് ചെയ്യാം? ഇത് ഓർഡറാണ്. ഈ ഓർഡറിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി എഴുതണം, കഴിഞ്ഞ കാലത്തിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുക. ഒരു പ്രവർത്തനം കൂടി പറയാം. ചമക്താ ഹെ താജ് എന്നതിലെ ഒരു പ്രവർത്തനം കൂടി നമുക്കൊന്ന് പറയാം. ഓക്കെ, യെസ്. എന്താണ് ഈ പ്രവർത്തനം? ഈ പ്രവർത്തനം പരിന്തയുടെ തസ്വീറിന് നിറം കൊടുക്കുക. എളുപ്പല്ലേ? ഈ പരിന്തയുടെ തസ്വീറിന് നിറം കൊടുക്കുക, ചിത്രത്തിന് നിറം കൊടുത്തുകൊണ്ട് പേരെഴുതാനുള്ള പ്രവർത്തനം. ഇത് മോറാണ്, അല്ലേ? ഇതെന്താണ്? മോറാണ്. മോർ എന്ന് പറഞ്ഞാൽ മയിലാണ്, അല്ലേ? അപ്പോൾ മയിലിന് നല്ല രീതിയിൽ നിറം കൊടുക്കണം. ഓക്കെ, അടുത്തത് ഇതോ? ഇത് കണ്ടിട്ട് കാക്കയാണ് തോന്നുന്നുണ്ട്, അല്ലേ? കാക്കയല്ലേ? ആ, കാക്കക്ക് കൗവ എന്നാണ് പറയാം. ഓക്കെ, കൗവ, കൗവ എന്ന് പറഞ്ഞാൽ കാക്ക. അപ്പോൾ ആ പേര് ഇവിടെ എഴുതണം നിങ്ങൾ കേട്ടോ. പേര് കൗവ എന്നുള്ളത് ഇവിടെ എഴുതണം, ഇവിടെ മോർ എന്നുള്ളത് എഴുതണം. ഇനി അടുത്തതിൽ ഇത് മുറുക. എന്താണ് മുറുക? മുറുക എന്ന് പറഞ്ഞാൽ എന്താ? മുറുക എന്ന് പറഞ്ഞാൽ പൂവൻകോഴിക്കാണ് പറയാം. പിടക്കോഴിക്ക് മുറുക എന്നാണ് പറയാം. ഇത് പൂവൻകോഴിയാണ്, അതുകൊണ്ട് എന്താണ് മുറുക എന്ന് എഴുതാം. ഇത് താറാവാണ്. എന്താ താറാവിന് ഉറുദു പറയാ? താറാവിന് ഉറുദു പറയല് ബത്തഹ് എന്നാണ്. ബത്തഹ് എടാ, ബത്തഹ് എന്ന് പറഞ്ഞാൽ താറാവ്. റെഡിയല്ലേ? ബത്തഹ് പറഞ്ഞാൽ താറാവ്. അപ്പോൾ പേര് ഇവിടെ എഴുതാം, നിറം കൊടുക്കുക.
അടുത്ത നിറം കൊടുക്കുക. നിറം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പേര് എഴുതുക. പേരെല്ലാവർക്കും അറിയും, തോത്ത അല്ലേ, തോത്ത. അവസാനത്തത് നോക്കൂ, ഇതെന്താ അവസാനത്തെ, കബൂത്തർ അല്ലേ, പ്രാവാണത്, കബൂത്തർ, പ്രാവ്. അപ്പോൾ എല്ലാറ്റിൻ്റെയും പേര് അതിൻ്റെ താഴെ എഴുതുക, നിറം കൊടുക്കുക. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യുക. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ശുക്രിയ, ഖുദാ ഹഫീസ്.